നമസ്കാരം. ഏലത്തൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇപ്പോൾ പോലീസ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്ന് കരുതിയ ഈ കേസിൽ യുവതിയെ അടുത്ത സുഹൃത്തായ വൈശാഖനാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന വ്യാജേന യുവതിയെ ജോലിസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ എത്തിച്ച ശേഷം ആസൂത്രിതമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വൈശാഖും യുവതിയും തമ്മിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അടുപ്പമുണ്ടായിരുന്നു. ഈ ബന്ധം വിവാഹത്തിലേക്ക് എത്തണമെന്ന് യുവതി ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. വിവാഹിതനായ വൈശാഖന് ഈ ബന്ധം ഭാര്യ അറിയുമോ എന്ന ഭയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് താൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയിലെ വർക്ക്ഷോപ്പിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി അവിടെ ഇരുവരും ചേർന്ന് കയർ കെട്ടി. യുവതി കയറിൽ കുരുക്കിട്ട ഉടൻ വൈശാഖൻ സ്റ്റൂൾ തട്ടിമാറ്റി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാൾ യുവതിയെ ബലാത്സംഗം ചെയ്തതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് സംഭവം മറയ്ക്കുവാൻ ശ്രമിച്ച പ്രതി സ്വന്തം ഭാര്യയെ വിളിച്ച് യുവതി ആത്മഹത്യ ചെയ്തുവെന്ന് പറഞ്ഞു. ഇരുവരും ചേർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനുള്ള കേസായിരുന്നു രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഏലത്തൂർ സിഐക്കുണ്ടായ ചില സംശയങ്ങളാണ് കേസിന്റെ ദിശ മാറ്റിയത്. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുവാനായിരുന്നു വൈശാഖിന്റെ പദ്ധതി. പക്ഷേ പോലീസിന് വിവരം ലഭിച്ചതോടെ ഇൻഡസ്ട്രി സീൽ ചെയ്യുകയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വ്യക്തമായത്. പ്രതി വൈശാഖിന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വിശദമായ അന്വേഷണം തുടരുകയാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ആൺ സുഹൃത്തായ വൈശാഖൻ യുവതിയെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന വ്യാജേന ജോലി സ്ഥലത്ത് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ഇയാൾ യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈശാഖനും യുവതിയും തമ്മിൽ കുറച്ചു നാളുകളെ അടുപ്പമുണ്ടായിരുന്നു. ഒടുവിൽ തന്നെ വിവാഹം കഴിക്കുവാൻ യുവതി വൈശാഖനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വിവാഹിതനായ വൈശാഖൻ ഈ പ്രണയബന്ധം ഭാര്യ അറിയുമോ എന്ന ഭയത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവതിയെ താൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ വർക്ക്ഷോപ്പിലേക്ക് വൈശാഖൻ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇരുവരും ഒരുമിച്ച് കയർ കെട്ടി യുവതി കയറിൽ കുരുക്കിട്ട ഉടൻ വൈശാഖൻ സ്റ്റൂൾ തട്ടിമാറ്റി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ ഇയാൾ യുവതിയെ ബലാത്സംഗവും ചെയ്തു. ഇതിനുശേഷം വൈശാഖൻ തന്റെ ഭാര്യയെ വിളിച്ചു വരുത്തി യുവതി ആത്മഹത്യ ചെയ്തതാണെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും പറഞ്ഞു. തുടർന്നാണ് ഇരുവരും ചേർന്ന് യുവതി ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനുള്ള കേസായിരുന്നു പോലീസ് ചുമത്തിയത്. പക്ഷേ ഇത്തരത്തിൽ സിഐയുടെ ചില സംശയങ്ങൾ കൊലപാതകം തെളിവാൻ സഹായിക്കുകയായിരുന്നു. യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാമെന്നായിരുന്നു വൈശാഖിന്റെ പദ്ധതി. എന്നാൽ പോലീസിനെ സംഭവം വിളിച്ച് അറിയിച്ചതിന് പിന്നാലെ ഇൻഡസ്ട്രി സീൽ ചെയ്യുകയും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇയാൾ യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമാവുകയായിരുന്നു. വൈശാഖൻ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ വൈശാഖനും യുവതി ദീർഘനാളായ അടുപ്പത്തിലായിരുന്നു. ഈ വിവരം യുവതി പുറത്തു പറയുമോ എന്ന ഭയമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധം തുടരുവാൻ സാധിക്കില്ലെന്നും ഒന്നിച്ചു മരിക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് സ്വന്തം സ്ഥാപനത്തിലേക്ക് വൈശാഖൻ യുവതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് കഴുത്തിൽ കുരുക്കിയിട്ട് രണ്ടുപേരും സ്റ്റൂളിൽ കയറുന്നു. ഇതിനിടെ വൈശാഖൻ സ്റ്റൂൾ തട്ടിയിടുകയും യുവതിയെ കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപും യുവതിയെ വൈശാഖൻ പീഡിപ്പിച്ചിരുന്നതായി വിവരമുണ്ട്. സംഭവത്തിൽ പോക്സോ അടക്കമുള്ള വകുപ്പുകളായിരിക്കും ചുമത്തിയേക്കുക. വൈശാഖിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. യുവതിക്ക് ഉറക്ക ഗുളിക കലർത്തി കൊടുക്കുകയും യുവതി കയറിൽ തൂങ്ങാനിരിക്കെ സ്റ്റൂളിൽ ചവിട്ടി തെറിപ്പിക്കുകയുമായിരുന്നു. പിന്നീടാണ് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് ഭാര്യ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി തെറ്റിദ്ധരിപ്പിക്കുവാനും ശ്രമം നടത്തി.